ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ഇൻഡെക്സ് പ്രോപ്പർട്ടിയുടെ കണ്ടിന്യൂഷനാണിത്. സോ കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. സോ ദിസ് ഈസ് മെയിൻലി ഫോർ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ആണ്. സോ അതായത് ക്ലേയി സോയിലിനാണ് നമ്മൾ കൺസിസ്റ്റൻസി ലിമിറ്റ് പറയാറുള്ളത്. സോ ഇതിന് പറയുന്ന മറ്റൊരു പേര് ആറ്റോബർഗ് ലിമിറ്റ് എന്നും പറയാറുണ്ട്. So Atterberg, the scientist, he defined that a soil can be exist in 4 stages. So first stage is the liquid state, second stage is the plastic stage, third stage is semi-solid state, and fourth stage is solid state. So നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്താണ്, നമുക്ക് 3 സ്റ്റേജ് ഓഫ് മാറ്റർ ആണുള്ളത്, ലിക്വിഡ്, ഗേഷ്യസ് ആൻഡ് സോളിഡ് എന്നും പറഞ്ഞിട്ട്. സോ സോയിലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സോയിലിന് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക, ഇറ്റ് ക്യാൻ ബി എക്സിസ്റ്റിംഗ് 4 സ്റ്റേജസ് എന്നാണ് പറയുന്നത്. ഗേഷ്യസ് സ്റ്റേജിൽ ഒരിക്കലും പറ്റില്ല. ദെൻ ലിക്വിഡ് ആൻഡ് സോളിഡ് സ്റ്റേജിൽ പല വേരിയേഷൻസിൽ. സോ ഇറ്റ് ക്യാൻ ബി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. ഇനി ഈ ഓരോ സ്റ്റേജസും അത് എങ്ങനെ അക്വയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ കുറച്ച് നല്ല ഡ്രൈ സോയിൽ എടുക്കുക, അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളൊരു സോയിൽ എടുക്കുക. ആ സോയിലേക്ക് നിങ്ങൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. കുറച്ച് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ആസിഡ് തന്നെ ഇരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി എ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിൽ ചെറിയൊരു വോളിയം ചേഞ്ച് ഇൻക്രീസ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സോളിഡ് ടു സെമി സോളിഡ് നമുക്ക് അങ്ങനെ ഒരു ഈസി ഐഡൻറ്റിഫിക്കേഷൻ പറയാൻ പറ്റില്ല, കാരണം വോളിയം ചേഞ്ചിൻ്റെ ബേസിസിലാണ് ആ ചേഞ്ച് ശരിക്കും നടക്കുന്നത്. ഇനി ആ സെമി സോളിഡ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നിങ്ങൾ വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം നിങ്ങളുടെ സെമി സോളിഡ് സ്റ്റേജ് മാറ്റിയിട്ട് അതൊരു പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് വരുന്നത്. സോ പ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി മോൾഡഡ്. നിങ്ങളുടെ ക്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൾഡിങ്, നമ്മൾ ക്ലേ പോട്ടറിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. സോ ആ മോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കണം നമ്മൾ വരേണ്ടത്. സോ പ്ലാസ്റ്റിക് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റിക്ക് ഫേവറബിൾ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. ദെൻ പ്ലാസ്റ്റിക് സ്റ്റേജിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വാട്ടർ ആഡ് ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് സ്റ്റേജ് അതിൻ്റെ ലോസ്റ്റ് ആവുകയും ദെൻ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേജ്. അതായത് നിങ്ങൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് തന്നെ വാട്ടർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി അതൊരു ലിക്വിഡ് പോലെയായി മാറും. നമുക്ക് ചെളിവെള്ളം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സോ അതുപോലെ ആയിത്തീരും. സോ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടി വരുന്ന വാട്ടർ കണ്ടൻറ്റുകളെയാണ് നിങ്ങൾ ആറ്റർബർഗ് ലിമിറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി ഓരോ ആ വാട്ടർ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഈ ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഡെഫിനിഷൻ എഴുതാൻ പറ്റും. കാരണം ഗ്രാഫ് ഓർത്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി പോകുന്നതേ ഉള്ളൂ. സോ ദിസ് ഈസ് എ വോളിയം വേഴ്സസ് വാട്ടർ കണ്ടൻറ്റ് ഗ്രാഫ്. സോ ഈ ഗ്രാഫിനകത്ത് 4 സ്റ്റേജസ് അവർ കാണിച്ചിട്ടുണ്ട്. ആദ്യം സോളിഡ് സ്റ്റേറ്റ്, ദെൻ വാട്ടർ കണ്ടൻറ്റ് കൂട്ടി, സെമി സോളിഡ് സ്റ്റേജ്, പ്ലാസ്റ്റിക് സ്റ്റേജ്, ലിക്വിഡ് സ്റ്റേജ്. സോ വാട്ടർ കണ്ടൻറ്റ് ഇസ് ഇൻക്രീസിങ് ആൻഡ് ഓൾസോ യു ജസ്റ്റ് ഒബ്സർവ് ദാറ്റ് സോളിഡ് സ്റ്റേറ്റ് വരെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. ദെൻ അതിന് ശേഷമാണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നത്, അതായത് വോളിയം വാട്ടർ ആഡ് ചെയ്യുന്നതനുസരിച്ച് കൂടുന്നത്. സോ അങ്ങനെയാണ് ഈ ഗ്രാഫ് വന്നിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ആറ്റോബർഗ് ലിമിറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലിമിറ്റ് ലിക്വിഡ് ലിമിറ്റ് ആണ്. സോ ലിക്വിഡ് ലിമിറ്റ് ഇസ് ദാറ്റ് വാട്ടർ കണ്ടൻറ്റ്. So ഇതാണ് WL. So it is that water content at which the soil changes from liquid state to plastic stage. So ഇതിന് മുമ്പ് വരെ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും, ഇതിന് ശേഷം ഇറ്റ് വിൽ ബി ഓൺ പ്ലാസ്റ്റിക് സ്റ്റേജ്. അതാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് കൺസിസ്റ്റൻസി ലിമിറ്റാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ പ്ലാസ്റ്റിക് ലിമിറ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് WP ആണ് നൊട്ടേഷൻ. സോ അത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ചേഞ്ചസ് ഫ്രം ദ പ്ലാസ്റ്റിക് സ്റ്റേജ് ടു സെമി സോളിഡ് സ്റ്റേജ്. ഓക്കെ, ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫോർമേഷൻ ഫ്രം സെമി സോളിഡ് സ്റ്റേജ് ടു സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ആ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന വാട്ടർ കണ്ടൻറ്റുകളാണ് കറസ്പോണ്ടിങ് നിങ്ങളുടെ കൺസിസ്റ്റൻസി ലിമിറ്റ് അല്ലെങ്കിൽ ആറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. സോ 4 സ്റ്റേജസ് ഉണ്ട്, 3 ലിമിറ്റുകളുണ്ട്. സോ അത് ഓർത്തിരിക്കാം. സോ ഡെഫിനിഷൻ അതാണ് ഈ പറഞ്ഞേക്കുന്നത്, വായിച്ച് നോക്കിയാൽ മതി. സോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറാണ്. ചോദിക്കാൻ ചാൻസസ് തീരെ കുറവാണ്, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലൈക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം, അതുകൊണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. തിയറി ആയിട്ട് വരില്ലായിരിക്കും എന്ന് കരുതാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് പോർഷനായിട്ടുള്ള പെർമിബിലിറ്റി നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, സോ ലിക്വിഡ് ലിമിറ്റിൻ്റെ ഇത് പറയുന്നത് 200 gram സോയിലാണ് എടുക്കേണ്ടത്. സോ ഇത് 425 മൈക്രോൺ CV കൂടെ വേണം നമ്മൾ പാസ് ചെയ്ത് എടുക്കാനായിട്ട്. ലാബ് എക്സ്പീരിയൻസ് GT ലാബിലെല്ലാം ഫൈൻ ഗ്രൈൻഡ് നമ്മൾ ചെയ്യുമ്പോൾ 425 മൈക്രോൺ CV കൂടെ അത് പാസ് ചെയ്ത സാമ്പിളാണ് നിങ്ങൾ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫൈൻ ഗ്രൈൻഡ് സോയിൽ കിട്ടും.
ദെൻ ഈ സോയിലേക്ക് നമുക്ക് ലിക്വിഡ് ലിമിറ്റ് അതിൻ്റെ അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് 25 ബ്ലോസ് ലിക്വിഡ് ലിമിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 25 കാസഗ്രാൻഡെ അപ്പാരറ്റസിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അപ്പാരറ്റസ് കാണിച്ചു തരാം. ദെൻ ഈ അപ്പാരറ്റസ് നമ്മൾ ക്ലേ എടുത്തു 200 ഗ്രാം സോയിൽ, ക്ലെയിം സോയിൽ നമ്മൾ എടുക്കുന്നു. അതിനെ സീവ് ചെയ്യുന്നു. സീവ് ചെയ്ത് 200 ഗ്രാം എടുക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നു. സോ വാട്ടർ എമൗണ്ട് ആഡ് ചെയ്യുന്ന നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ഓവൻ ഡ്രൈയിങ്ങിനും വെക്കും വാട്ടർ കണ്ടൻറ്റ് അറിയാൻ വേണ്ടി എത്രയാണ് നമ്മൾ ആഡ് ചെയ്തെന്നുള്ളത്. ദെൻ നമ്മൾ ആ ഡിവൈസിനകത്ത് ഫില്ല് ചെയ്യും. ഒരു കപ്പ് ഉണ്ട് അതിന്. ആ കപ്പിൽ നമ്മളത് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്യുന്നതിനൊക്കെ ഇതുണ്ട്. തിക്നെസ് 1 സെൻറ്റിമീറ്റർ, ഡെപ്ത്ത് 1 സെൻറ്റിമീറ്റർ ഡെപ്തും വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഒരു കപ്പ് പോലെ സിലിണ്ട്രിക്കൽ കപ്പാണത്. സോ അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ദെൻ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. അത് വെച്ച് നമ്മളത് റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സാമ്പിൾ ഫില്ല് ചെയ്തതിന് ശേഷം ഗ്രൂവിങ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. സോ ആ ടൂൾ യൂസ് ചെയ്ത് അതിന് കൃത്യം ആ സാമ്പിളിൽ നടുക്കി കൂടെ നമ്മളൊരു കട്ട് ഉണ്ടാക്കും. സോ കട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കപ്പ് കിടന്ന് ഈ അപ്പാരറ്റസിൽ ഇങ്ങനെ ലിഫ്റ്റ് ആവുകയും ഡ്രോപ്പ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നടുക്കിടുന്ന ഗ്രൂവ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. സോ ആ ഗ്രൂവ്സിൻ്റെ ഗ്യാപ്പുകൾ ബോട്ടം തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ നിർത്തും. സോ റൊട്ടേറ്റ് ചെയ്യുന്നത് 1 revolutions 2 revolutions per second ആ റേറ്റിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ. സോ ദെൻ അപ്പോൾ എന്തോരം ബ്ലോസ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കും. 25 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ 25 ബ്ലോസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ കറക്റ്റ് അതുപോലെ തന്നെ കറക്റ്റ് ആ ഗ്രൂവ് എഡ്ജ് താഴത്തെ ജോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ ലിക്വിഡ് ലിമിറ്റ്. ആ ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന വാട്ടർ ആയിരിക്കും നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, സോ 425 മൈക്രോൺ സീവ്. ദെൻ ഇതാണ് കാസഗ്രാൻഡെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, ഞാൻ പറഞ്ഞ കപ്പ് ഇതാണ്. സോ ഇതാണ് നിങ്ങളുടെ കപ്പ് എന്ന് പറയുന്നത്. ഈ കപ്പിലാണ് നിങ്ങൾ ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്യുന്ന സമയത്ത് അടിയിലൂടെ നിങ്ങളൊരു ബ്ലോക്ക് പീസ് വയ്ക്കും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളുടെ ബേസ് ഈ അപ്പാരറ്റസിൻ്റെ ബേസും ഈ കപ്പും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ദെൻ ഇവിടെ ഒരു ലിവർ ആം കൊടുത്തിട്ടുണ്ട് അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. ദെൻ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന റൊട്ടേഷൻസ് മെഷർ ചെയ്യാൻ ഇവിടെ ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്നാണ് നിങ്ങൾ നമ്പർ ഓഫ് ബ്ലോസ് കൗണ്ട് ചെയ്തെടുക്കുന്നത്. ദെൻ നിങ്ങൾ സീവ് ചെയ്തേക്കുന്ന ക്ലേ എടുക്കുന്നു 200 ഗ്രാം. ദെൻ ഹീ ഈസ് ആഡിങ് സം എമൗണ്ട് ഓഫ് വാട്ടർ 10% അല്ലെങ്കിൽ 50 ml. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ നിങ്ങളുടെ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് 200 ഗ്രാം എന്ന് അറിയാം. നിങ്ങൾക്ക് വാട്ടർ കണ്ടൻറ്റ് WS/WW വെച്ചിട്ട് WW/WS വെച്ചിട്ട് നിങ്ങൾക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 50 ml ആണെങ്കിൽ 50/200. ഓക്കെ, പക്ഷേ നമ്മളത് ആക്യുറേറ്റ് ആയിട്ട് എടുക്കില്ല. നമ്മൾ ഓവനിലും കൂടി വെക്കും. ഓരോ തവണ ബ്ലോസ് നമ്മൾ ചെയ്തതിന് ശേഷം ജോയിൻ്റ് ആയി കഴിയുമ്പോൾ നമ്പർ ഓഫ് ബ്ലോസ് നോക്കും. ആ സമയത്തുള്ള ക്ലേ സാമ്പിൾ നിങ്ങൾ കുറച്ച് ഓവനിലേക്ക് വെക്കുകയും ചെയ്യും. ഓക്കെ, സോ നൗ ഹീ ഈസ് ഫില്ലിങ് ദിസ് സാമ്പിൾ ഇൻ ടു ദിസ് മോൾഡ്. സോ സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫുള്ളായിട്ടും ഫില്ല് ചെയ്യാം, സെമി ആയിട്ട് ഫില്ല് ചെയ്യാം. പക്ഷേ 1 സെൻറ്റിമീറ്റർ തിക്നെസ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്പെസിമെൻ്റെ ഡെപ്ത്ത് നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ, സോ നൗ ഇതാണ് ഗ്രൂവിങ് ടൂൾ എന്ന് പറയുന്നത്. ഈ ഗ്രൂവിങ് ടൂൾ ഉപയോഗിച്ച് നടുക്കൊരു കട്ട് അവരുണ്ടാക്കുവാണ്. സോ ക്ലേ സോയിൽസിനാണ് പ്യുവർ ക്ലേ സോയിൽസിനാണ് നമ്മൾ ഈ ഒരു കാസഗ്രാൻഡെ ടൂൾ എന്ന് പറയും ഇത് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറൊരു ടൂളും കൂടെ ഉണ്ട്. കുറച്ച് കോഴ്സ് ഗ്രൈൻഡ് ആയിട്ടുള്ള സോയിൽ കണ്ടൻറ്റും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അതിന് പറയുന്ന പേര് ASTM ടൂൾ എന്നാണ്. സോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ സി ഇതേപോലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഈ ഗ്യാപ്പ് ജോയിൻ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ റീഡിങ് എടുക്കേണ്ടത്. ഓക്കെ, ആക്ച്വലി ഇത് ഇനീഷ്യലി ഒരു 12 mm കൂടണം നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഹീ ഈസ് ടാപ്പിംഗ് നൗ. ടാപ്പ് ചെയ്തതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൂവ് ജോയിൻ ചെയ്ത 12 mm ജോയിൻ ചെയ്തിരിക്കണം ആ ഗ്യാപ്പ്. സോ ആ സമയത്തുള്ള നമ്പർ ഓഫ് ബ്ലോസ് എത്രയാണ് നിങ്ങൾ നോട്ട് ചെയ്യും.
ഓക്കെ. സോ അങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തായിരിക്കില്ല, എക്സാക്ട് ലിക്വിഡ് ലിമിറ്റ് ആയിരിക്കില്ല. നമുക്ക് ആ സോയിലിൻ്റെ ലിക്വിഡ് ലിമിറ്റ് അറിയാൻ പാടില്ല. നമ്മളൊരു വൈൽഡ് ഗസ്സിന് അല്ലെങ്കിൽ പ്രീവിയസ് ആ ഏരിയയിൽ നടത്തിയിരിക്കുന്ന സൈറ്റ് ഇൻവെസ്റ്റിഗേഷനൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മളൊരു വാട്ടർ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അത് 25 എബോവ് ആയിരിക്കും, ചിലപ്പോൾ 25 ബിലോ ആയിരിക്കും. സോ വാട്ട് എവർ മേ ബി, നമുക്ക് ബ്ലോസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ബ്ലോസിൻ്റെ എമൗണ്ട് ഇപ്പോൾ 25 ബിലോ ആണ്, നിങ്ങൾക്ക് 25ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ബ്ലോസ് കൂട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റെഡ്യൂസ് ദ വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ. ദെൻ ബ്ലോസ് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇൻക്രീസ് ദി വാട്ടർ കണ്ടൻറ്റ്. അതാണ് കോൺസെപ്റ്റ് ചെയ്യുന്നത്. സോ റെഡ്യൂസ് ദി വാട്ടർ കണ്ടൻറ്റ് നടക്കില്ല സെയിം സാമ്പിളിൽ തന്നെ. നമ്മൾ സാധാരണ എയർ ഡ്രൈ ചെയ്യാനാണ് വെക്കുന്നത്. ദെൻ കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് വെക്കും. എയർ ഡ്രൈ ഓവനിലേക്ക് വെക്കില്ല, എയർ ഡ്രൈ ചെയ്യാൻ വെക്കും. 1 day or 2 day ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചെക്ക് ചെയ്തൊക്കെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ. സോ എപ്പോഴും 10 to 15 റേഞ്ചിന് 10 to 25ന് നിങ്ങൾ 2 റീഡിങ്ങുകളും എടുക്കും. 25 എബോവ് വരുന്ന 45ക്ക് എബോവ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാറാണ് പതിവ്. സോ 20 to 45 റേഞ്ച്, 25 to 45 റേഞ്ചിൻ്റെ 2 ബ്ലോസ് എടുക്കും. സോ ചില സമയത്ത് നമുക്ക് ലക്ലി കറക്റ്റ് 25 ബ്ലോസിന് ജോയിൻ്റ് ആയേക്കാം, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ 25 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. സോ അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയാണ് 25ക്ക് ബിലോ 2 പോയിൻറ്റ് വേണം, 25ക്ക് എബോ 2 പോയിൻറ്റ് വേണം എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന വാട്ടർ കണ്ടൻറ്റ് ബ്ലോസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പിന്നെ 3 റീഡിങ്ങുകളിൽ വേണമല്ലോ. സോ ആ റീഡിങ്ങുകൾ ഡിസൈൻ ചെയ്യാനായിട്ട്. സോ ഏറ്റവും എഫക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോസ് കൂട്ടി പോകുന്നതായിരിക്കും, അല്ല ബ്ലോസ് കുറച്ച് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. സോ ബ്ലോസ് കുറയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ബ്ലോസ് കൂടുതൽ കിട്ടും, 25 എബോവിന് നമുക്ക് കിട്ടും. ദെൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 25ൻ്റെ അടുത്തത് കിട്ടും. ദെൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ നമ്മുടെ ബ്ലോസ് വീണ്ടും കുറഞ്ഞു വരും. സോ അങ്ങനെ കുറച്ച് അതായത് വാട്ടർ കണ്ടൻറ്റ് കൂട്ടി ബ്ലോസ് കുറയ്ക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ആയിരിക്കും ലാബിൽ ചെയ്യാനായിട്ട് എളുപ്പം. സോ വാട്ട് എവർ മേ ബി, എപ്പോഴും നമുക്ക് നമ്മുടെ വൈൽഡ് ഗസ്സിൽ പോയി ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. സോ അങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ദെൻ 25ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ വാട്ടർ കണ്ടൻറ്റ് വേഴ്സസ് ലോഗറിതമിക് ഗ്രാഫാണ്. സോ നമ്പർ ഓഫ് ബ്ലോസ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇവിടെ 2 പോയിൻ്റ് വെച്ച് 2 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. സോ 25ന് എബോവും ബിലോയും ഉള്ള 2 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ്. സോ ലോവർ ബ്ലോസിന് ഹയർ ആയിരിക്കും വാട്ടർ കണ്ടൻറ്റ്. ദെൻ ഹയർ ബ്ലോസിന് നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ലെസ് വാട്ടർ കണ്ടൻറ്റ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി, വാട്ടർ കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സാധനം കൂടിച്ചേരുള്ളൂ. പെട്ടെന്ന് കൂടിച്ചേരുന്ന വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലെസ് ദാൻ ചെറിയ നമ്പർ ഓഫ് ബ്ലോസിലായിരിക്കും അത് കൂടിച്ചേരുന്നത്. അറ്റ് ദ സെയിം ടൈം വാട്ടർ കണ്ടൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുറേ നേരം എടുത്താലാണത് പയ്യനെ രണ്ടും കൂടി 2 പാർട്ടും പയ്യനെ വന്നാൽ ജോയിൻ ആവുള്ളൂ. സോ ആ ഒരു ലോജിക്ക് അറിഞ്ഞിരിക്കുക. സോ ലെസർ നമ്പർ ബ്ലോസിന് ഹയർ വാട്ടർ കണ്ടൻറ്റും ലാർജർ നമ്പർ ഓഫ് ബ്ലോസിന് ലോവർ വാട്ടർ കണ്ടൻറ്റും. ഓക്കെ. സോ ദെൻ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലോ ഇൻഡെക്സ്, നിങ്ങളിനി കുറേ ഇക്വേഷൻസ് വീണ്ടും വരുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ലായിരിക്കും എന്ന് കരുതാം. സോ IF നിങ്ങൾ SSC PSC അങ്ങനെയുള്ള എക്സാമിനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫ്ലോ ഇൻഡെക്സ് ഓഫ് ഇത് വെച്ച് കണ്ടുപിടിക്കാം ഇക്വേഷൻ വെച്ചിട്ട്. സോ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു W1 - W2 ഡിവൈഡഡ് ബൈ log N2 - log N1. സോ W1 - W2 ഡിവൈഡഡ് ബൈ log N2 ഡിവൈഡഡ് ബൈ log N1. സോ സ്ലോപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. സോ IFൻ്റെ വാല്യൂ ഇവിടെ ഒരു സാമ്പിൾ കാൽക്കുലേഷനും കാണിച്ചിട്ടുണ്ട്. സോ നോക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റാണ്. പ്ലാസ്റ്റിക് ലിമിറ്റും ഇതേപോലെ തന്നെ നിങ്ങൾ 425 മൈക്രോൺ സീൽ കൂടെ പാസ് ചെയ്തത് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ plastic limit is a water content below which the soil stops behaving as plastic material. ഇത് വേറെ ഡെഫിനേഷനാണ് പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ, മറ്റേ സ്റ്റേജ് ഡിഫറൻസ് വെച്ചിട്ട് അല്ലാത്തുള്ളത്. So it begins to crumple when it is rolled into a thread of soil of 3 mm diameter. So നിങ്ങൾ വാട്ടർ ആഡ് ചെയ്ത് ചെറിയൊരു ത്രെഡ് 3 mm ത്രെഡായിട്ട് അതിനെ റോൾ ചെയ്തെടുക്കുക. സോ പ്ലാസ്റ്റിക് ലിമിറ്റ് ഇസ് ദാറ്റ് വാട്ടർ കണ്ടൻറ്റ്. ഏത് വാട്ടർ കണ്ടൻറ്റിലാണ് നിങ്ങൾ 3 mm ത്രെഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി സ്റ്റേജ് ലോസ്റ്റ് ആവുന്നത്, അതായത് ക്രാക്ക് അതിനകത്ത് ഫോം ആയിട്ട് വരുന്നത് മീൻസ് അത് പിന്നീട് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റില്ലെന്ന് അർത്ഥം.
സോ ആ വാട്ടർ കണ്ടൻറ്റ് ആ ടൈമിൽ എടുക്കുന്ന വാട്ടർ കണ്ടൻറ്റാണ് നിങ്ങളുടെ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ആ ടൈമിലുള്ള ക്ലേ സാമ്പിൾ നിങ്ങൾ ആ വാട്ടർ കണ്ടൻറ്റിൻ്റെ ക്ലേ സാമ്പിൾ നിങ്ങൾ ഓവനിൽ വെക്കും, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒഴിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന വാട്ടർ എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. WW/WS വെച്ച് യു ക്യാൻ ഡിറ്റർമൈൻ വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ആ വീഡിയോ കാണിക്കാം, ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഓക്കെ, സോ ഓവനിൽ വെക്കുന്നതാണ്, കാലിബ്രേഷൻ പാർട്ടാണ്. സോ പ്ലാസ്റ്റിക് ലിമിറ്റ് നിങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഈ എക്സ്പെരിമെൻറ്റ്സൊക്കെ നമുക്ക് അങ്ങനെ ഫിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. ഈ എക്സ്പെരിമെൻ്റൊക്കെ നമ്മുടെ കോളേജിൽ ചെയ്യുമ്പോൾ പിള്ളേർക്ക് ഫുൾ ഡേ വേണ്ടി വരും. മീൻസ് അങ്ങനെയല്ല, ഫുൾ അവർ മീൻസ് ലാബ് അവർ മൊത്തം ഇരുന്നാൽ പോലും അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റാറുണ്ടാവില്ല. കാരണം ഈ വാട്ടർ കണ്ടൻറ്റ് എക്സാക്റ്റ്ലി കിട്ടണമല്ലോ. സോ അതൊക്കെ ഒരു ലക്കാണ്, കറക്റ്റ് ടൈമിൽ കറക്റ്റ് റിസൾട്ട് കിട്ടി പോലെ. സോ ഇതുപോലെ 3 mm ത്രെഡ് ആക്കണം. സോ 3 mm സ്കെയിലൊന്നും മെഷർ ചെയ്യേണ്ട, ഏകദേശം നമുക്ക് ഒരു 3 mm ഒരു ഇതുണ്ടല്ലോ. സോ ഇവരൊരു റോഡ് വെച്ച് കമ്പയർ ചെയ്യാണ്, 3 mm റോഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ആയിട്ടുണ്ടോ എന്ന്. സോ ഇപ്പോൾ ഇവരുടെ ആയിട്ടില്ല. സോ ദാറ്റ് മീൻസ് സോയിൽ എന്താണ്, പ്ലാസ്റ്റിക് സ്റ്റേജ് തന്നെയാണ്. നമുക്കതിന് ഇനിയും പരത്തി ചെറിയ തിൻ ത്രെഡാക്കി എടുക്കാൻ വരെ പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേജ് അത് കടന്നിട്ടില്ല, ദാറ്റ് മീൻസ്. ഓക്കെ, സോ നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റേജ് ടു സെമി സോളിഡ് സ്റ്റേജിലേക്കുള്ള വാട്ടർ കണ്ടൻറ്റാണ് വേണ്ടത്. ഓക്കെ, സോ സെമി സോളിഡ് സ്റ്റേജിലേക്ക് ഈ വാട്ടർ കണ്ടൻറ്റിൽ അത് പോയിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഇയാൾ വാട്ടർ ആഡ് ചെയ്തേക്കുന്നത് കൂടുതലാണ്. സോ ഇയാൾക്ക് ഇനി വാട്ടർ കുറയ്ക്കണം. സോ വാട്ടർ കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റബ്ബിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ നമ്മൾ കയ്യിലിട്ട് നല്ലോണം മോയ്സ്ചർ നമ്മുടെ കയ്യിലേക്ക് വലിയും. സോ അതാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. നല്ലോണം ഇട്ട് കയ്യിലിട്ട് വീണ്ടും ഉരുട്ടും. സോ വാട്ടർ കുറയും, നമ്മുടെ കയ്യിൽ ചൂടുണ്ടല്ലോ അത് വെച്ചിട്ട്. ദെൻ അഗെയിൻ ഹീ ഈസ് ഡൂയിങ് ദ സെയിം. ഹീസ് ചെക്കിങ് 3 mm ത്രെഡ് വരുമ്പോൾ ഇതുപോലെ ക്രാക്ക് വന്നു. സോ അവർക്ക് ക്രാക്ക് വന്നു. സോ ക്രാക്ക് ഞാൻ നോക്കട്ടെ. സോ ദെൻ ക്രാക്ക് വന്ന് ആ സ്പെസിമെൻ അയാൾ ഓവനിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തേക്കുന്നത് കേട്ടോ. സോ ക്രാക്ക് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഓക്കെ, ക്രാക്ക് ചെറുതായിട്ട് കണ്ടുവരുന്നുണ്ട്. ചെറിയ കണ്ടോ, ബ്രേക്കായി. സോ ദാറ്റ് മീൻസ്